ഞാൻ ഇതിനു മുമ്പ് GST ആംനസ്റ്റി സ്കീമിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വന്നൊരു കമന്റ് ആണിത്. അതായത് ഈ GST ആംനസ്റ്റി സ്കീം എങ്ങനെയാണ് ചെയ്യുക, അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ഒരാൾ ചോദിച്ചിരുന്നു. അതിനുള്ള റിപ്ലൈയുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് GST ആംനസ്റ്റി സ്കീം വഴി ചെയ്യാനുള്ള സ്റ്റെപ്സ് അത് നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും യൂണിക് സോൾ ടാക്സ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. ഞാൻ അഖില, GST പ്രാക്ടീഷണറാണ്. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് GST ആംനസ്റ്റി സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള നേവിഗേഷൻ എന്താണെന്ന് വെച്ചാല്, ആദ്യം നിങ്ങളുടെ GST പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുക. എന്നിട്ട് അതിനുശേഷം സർവീസസിലേക്ക് പോവാം. പിന്നെ സർവീസസിൽ നിന്ന് യൂസർ സർവീസസിലേക്ക് പോവുക. പിന്നെ അവിടെ മൈ ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. അതിന്റെ താഴെ ന്യൂ ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താല് രണ്ട് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് കാണാം. ഒന്നാമത്തേത് SPL 01, പിന്നെ SPL 02. ആ SPL 01 എന്തിനാന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഫോർ waiver of interest or penalties or both under section 128 subsection 1 subsection A in case of notice or statement. അതായത് അപ്ലിക്കേഷൻ ഫോർ വേവർ, ഇപ്പോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റോ പെനാൽറ്റിനോ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇൻട്രസ്റ്റ് അടയ്ക്കാനോ പെനാൽറ്റി അടയ്ക്കാനോ എന്തെങ്കിലും ആപ്ലിക്കേഷൻ വന്നിട്ട് ആ ഇൻട്രസ്റ്റ് പെനാൽറ്റിയെ സ്കിപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് പെനാൽറ്റി എമൗണ്ട് എത്രയാണ് തന്നിട്ടുള്ളത് അതിനെ കുറയ്ക്കണമെങ്കിൽ ഈ ഓപ്ഷൻ, ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ SPL 02, application for waiver of interest or penalty or both under section 128 subsection 1 subsection B and section 128 1 and subsection C in case of demand order. ആദ്യത്തേത് നോട്ടീസ് ഓർ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഓർ പെനാൽറ്റി അടയ്ക്കാൻ പറഞ്ഞിട്ട് നോട്ടീസോ സ്റ്റേറ്റ്മെന്റോ വന്നിട്ടുണ്ടെങ്കിൽ വേവർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് SPL 01 പറയുന്നത്. SPL 02 പറയുന്നത് ഇൻ കേസ് ഓഫ് ഡിമാൻഡ് ഓർഡർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഓർഡർ ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എങ്കിൽ ആ സിറ്റുവേഷനിൽ ഇതിനെ അതായത് ഇൻട്രസ്റ്റ് പെനാൽറ്റീനെ ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് ലയബിലിറ്റി അമൗണ്ട് കുറയ്ക്കാനോ യൂസ് ചെയ്യേണ്ടതാണ് ഈ SPL 02 എന്ന് പറയുന്ന സെക്കൻഡ് ഫോം. SPL 02 എന്ന ഫോം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ആപ്ലിക്കേഷൻ എന്ന ബട്ടൺ എനേബിൾ ആകും. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഇതിൽ SPL 02 എന്ന ഫോം ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ക്രിയേറ്റ് ആപ്ലിക്കേഷൻ എന്ന ബട്ടൺ എനേബിൾ ആയി കിട്ടും. അതിൽ ക്രിയേറ്റ് ആപ്ലിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഇതൊരു ക്വസ്റ്റ്യനെയർ ആണ്. അതിന്റെ ഓരോന്നായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. ആദ്യത്തേത് വെദർ ദി ഡിമാൻഡ് ഓർഡർ ഈസ് ഇഷ്യൂഡ് ത്രൂ ദ GST പോർട്ടൽ. അതായത് GST പോർട്ടലിലൂടെയാണോ ഡിമാൻഡ് ഓർഡർ ഇഷ്യൂ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ് ഓർ നോ. പിന്നെ വെദർ ആൻഡ് അപ്പീൽ അപ്ലിക്കേഷൻ ഫയൽഡ് അഗെയിൻസ്റ്റ് ദി ഓർഡർ. ഈ അപ്ലിക്കേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അപ്പീൽ നിങ്ങൾ ഫയൽ ചെയ്തിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇതിലൊരു 7 ക്വസ്റ്റ്യനെയർസ് ഉണ്ട്. എല്ലാത്തിനും യെസ് ഓർ നോ എന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് അപ്ലിക്കബിൾ ആവുക അതിന് യെസ്സും അല്ലാത്തത് നോവും സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ SPL 02 എന്ന ഫോം ഓപ്പൺ ആയി കിട്ടും. അതിൽ ആ ടേബിൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ ഈ താഴെ കൊടുത്തിട്ടുള്ള ഡേറ്റാസ് ഉണ്ടാവും. ആദ്യത്തേത് ബേസിക് ഡീറ്റെയിൽസ്. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പിന്നെ ജുറിസ്ഡിക്ഷൻ, അതായത് നിങ്ങളുടെ ലൊക്കേഷന്റെ ഡീറ്റെയിൽസ്, അത് ഇത്രയും ഇതിൽ കൊടുക്കണം. അതൊക്കെ മാൻഡേറ്ററി ആണ്. പിന്നെ അഡ്രസ്, ഇത് ഇത്രയും ബേസിക് ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കണം. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ താഴെ ഒരു ആരോ കാണുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID സെലക്ട് ചെയ്യണം. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ഡിമാൻഡ് ഓർഡർ, അതായത് ഡിമാൻഡ് ഓർഡർ നിങ്ങൾക്ക് SPL 02 ഡിമാൻഡ് ഓർഡർ വന്നിട്ടുള്ളതിന്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഡിമാൻഡ് ഓർഡർ നമ്പർ ആദ്യം തന്നിരിക്കുന്നത്, അത് നിങ്ങൾക്ക് വന്ന ഡിമാൻഡ് വന്ന നോട്ടീസിൽ ആ ഓർഡർ നമ്പർ ഉണ്ടാവും, അത് എൻറ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഓർഡർ, ആ ഓർഡർ ഏത് ഡേറ്റിലാണ് ഇഷ്യൂ ആയിട്ടുള്ളത് അതിനെ എൻറ്റർ ചെയ്ത് കൊടുക്കുക, ആ ഡേറ്റ്. Then section under which the order has been issued. ഏത് സെക്ഷനിലാണ് ഈ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അത് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഈ ഓർഡറിൽ ഉണ്ടാവും.
നിങ്ങൾക്ക് വന്നിട്ടുള്ള ഡിമാൻഡ് ഓർഡറിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അത് ആ ഓർഡർ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് ഈ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കുക. Whether any appeal or right petition is filed against order before AA or appellate tribunal, High Court, Supreme Court. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഈ വന്ന ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അപ്പീലിന് പോവുക, റിട്ടേൺ പെറ്റീഷന് പോവുക ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ അതിന് അപ്പീലേറ്റിന് മുമ്പിൽ നിങ്ങൾ ഏതെങ്കിലും ഇതിന് പോയിട്ടുണ്ടെങ്കിൽ, അപ്പീലിന് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കണം അവിടെ. പിന്നെ നെക്സ്റ്റ്, ഇഫ് യെസ് വെദർ ദി ഓർഡർ ഫോർ വിത്ഡ്രോ ഓഫ് അപ്പീൽ ഓർ റൈറ്റ് പെറ്റീഷൻ ഈസ് ഇഷ്യൂഡ് ഓർ നോട്ട്. ഇപ്പൊ യെസ് ആണെങ്കിൽ, നിങ്ങൾ അപ്പീലിന് പോയിട്ടുണ്ടെങ്കിൽ, പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ അപ്പീലിനെ വിത്ഡ്രോ ചെയ്യാനുള്ള ഇത് അപ്പീൽ വിത്ഡ്രോ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണെങ്കിൽ വിത്ഡ്രോ ചെയ്യാൻ അപ്പീൽ അപ്പീൽ കൊടുത്തത് വിത്ഡ്രോ ചെയ്യണം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ യെസ് എന്ന് കൊടുക്കുക. അങ്ങനെ ഇതിൽ കൊടുത്തിട്ടുള്ള ഓരോ ഡീറ്റെയിൽസും വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് അപ്ലിക്കബിൾ ആവുന്നത് അത് പ്രോപ്പറായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് amount demanded in the order. ഈ ഓർഡറിൽ എത്ര amount ആണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ആണ്. ആദ്യമായിട്ട് ഓവറോൾ ടാക്സ് പീരിയഡ്, amount demanded in the order. ഓർഡറിൽ amount എത്ര ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്രം മന്തും ഇയറും സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഫ്രമും ടൂവും ഏത് മന്ത് പീരിയഡ് ആണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. മന്ത് ഇയറും ഫ്രം, പിന്നെ ടൂവിന്റെ മന്ത് ആൻഡ് ഇയർ, ഏത് മന്ത് ആൻഡ് ഇയർ തൊട്ട് ഏത് മന്ത് ആൻഡ് ഇയർ വരെയാണ് ഓർഡറിൽ വന്നിട്ടുള്ളത്. ആ ഡീറ്റെയിൽസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഫിനാൻഷ്യൽ ഇയർ, അതായത് ടാക്സ് പീരിയഡ്. ഇപ്പോൾ ഓരോരോ ഇയർ വൈസ് കാണിക്കും. ഇപ്പോൾ ഇതിൽ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് 1920 ആദ്യം കൊടുക്കേണ്ടത് ഓവറോൾ ടാക്സ് പീരിയഡ്, പിന്നെ ഓരോരോ ടാക്സ് പീരിയഡിൽ കൊടുക്കണം. ഇപ്പൊ 1920 ഇയർ മാത്രം എടുക്കുകയാണെങ്കിൽ അതിൽ ഫ്രം മന്തും 2 മന്തും മന്ത് ആൻഡ് ഇയർ രണ്ടും കൊടുക്കണം. പിന്നെ ആക്ട് ടൈപ്പ്, ഏത് ആക്ട് ആണ്, IGST ആണോ, CGST ആണോ, SGST ആണോ, അത് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് പ്ലേസ് ഓഫ് സപ്ലൈ, അതായത് നെയിം ഓഫ് സ്റ്റേറ്റ്, നിങ്ങൾ ഏത് പ്ലേസിലേക്കാണ് പ്ലേസ് ഓഫ് സപ്ലൈ നിങ്ങളുടെ ഏതാണ് ആ സ്റ്റേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് എന്താണ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ, അത് കുറച്ച് സ്ക്രോൾ ചെയ്തു പോയാൽ ഫീസ് എത്ര, ഇൻട്രസ്റ്റ് എത്ര, പെനാൽറ്റി എത്ര, അതേഴ്സ് ടോട്ടൽ, അത് ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ ഇതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങൾ എൻറ്റർ ചെയ്യേണ്ട, നിങ്ങൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡറിൽ പറഞ്ഞിട്ടുള്ള ലേറ്റ് ഫീസ് എത്രയാണ്, പിന്നെ ഇൻട്രസ്റ്റ് എത്രയാണ്, പെനാൽറ്റി എത്രയാണ്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഇതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കണം. ഇതിൽ ഇപ്പോൾ ഓരോരോ ടേബിളായിട്ട് ഓരോരോ ടാബ് വൈസ് കാണും ഇയർ, അതായത് 17, 18, 18, 19 ആൻഡ് 1920 3 ഇയറിൻ്റെയും ടാബ് വൈസ് കാണും. നിങ്ങൾക്ക് ഏത് ഇയറിലത്തെയാണ് വേവ് ചെയ്യാനുള്ളത് ആ ഇയറിൻ്റെ ടാബ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആക്ട് ടൈപ്പ്, ടാക്സ് എത്രയാണ്, IGST എത്ര, CGST എത്ര, SGST എത്ര, സെസ് എത്ര, ടോട്ടൽ എമൗണ്ട്, ഇത് ഇത്രയും ഫിൽ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് amount paid through payment facility against demand order. ഇതിൽ വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ ആറ്റോ പോപ്പുലേറ്റഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ടാക്സ് പേയേഴ്സ് ഒരു ഡീറ്റെയിൽസും മാനുവലി എൻറ്റർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഇവിടെ മുകളിൽ അക്നോളജ്മെന്റ് റെഫറൻസ് നമ്പർ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കണം. അത് ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ കാണും, അതിൽ നിന്ന് നിങ്ങൾക്ക് അക്നോളജ് റെഫറൻസ് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആ പേയ്മെന്റ് റിലേറ്റഡ് ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ റിഫ്ലക്ട് ആവും താഴെയുള്ള ടേബിളിൽ. പിന്നെ അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്, അതിന് നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിനുശേഷം ഫയൽ എന്ന ബട്ടൺ താഴെ കാണാം, അതിനെ ക്ലിക്ക് ചെയ്താൽ ഒരു വാർണിംഗ് മെസ്സേജ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ആയി കിട്ടും. ഡു യു വിഷ് ടു പ്രൊസീഡ് വിത്ത് ഫയലിംഗ് ദി അപ്ലിക്കേഷൻ എന്ന് ചോദിച്ചിട്ട്, അപ്പൊ അതിന് ഓക്കെ കൊടുക്കണം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതിനുശേഷം DCSലൂടെയാണോ നമ്മൾ സാധാരണ GSTR 1ഉം 3Bയും ഫയൽ ചെയ്യുന്നത് പോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫയൽ ചെയ്യാം. അല്ലെങ്കിൽ EVC ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് വെച്ചിട്ട് ഫയൽ ചെയ്യാം. അത് ഓപ്ഷനിൽ ചോദിക്കും. അപ്പൊ EVC ആണെങ്കിൽ OTP കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫയൽ ചെയ്യാം. അപ്പൊ EVC ക്ലിക്ക് ചെയ്യാം.
എന്നിട്ട് ഇത് ഫോമില് സബ്മിറ്റ് ചെയ്യുക. ഇത് ഇത്രയാണ് ഇതിന്റെ GST ആംനസ്റ്റി സ്കീമിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്സ്. ഇപ്പൊ ഈ വീഡിയോന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് GST റിലേറ്റഡ് എന്തെങ്കിലും വർക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഫ്രീലാൻസിങ് GST പ്രാക്ടീഷണർ ആയതുകൊണ്ട് നിങ്ങൾക്ക് GST റിലേറ്റഡ് എന്ത് സർവീസ് വേണമെങ്കിലും ഞാൻ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഞാനിപ്പോ GSTയെ പറ്റിയിട്ട് ഓൺലൈൻ ക്ലാസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് GST ക്ലാസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രൗഷേഴ്സ് ഞാൻ അയച്ചു തരും. അതിൽ തന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് എടുക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ ആ കോഴ്സ്, അതായത് 3 പാക്കേജ് ആയിട്ടാണ് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഏത് പാക്കേജാണ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ ആ പാക്കേജ് പിക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.